നമസ്കാരം. തീവ്രവാദ ബന്ധം, മതപരിവർത്തനത്തിലൂടെ ഭീകരരെ സൃഷ്ടിക്കുന്ന 10 പേർ പിടിയിൽ. ഈ റാക്കറ്റിന് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ധനസഹായം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഐസിസ് മോഡൽ പ്രവർത്തനം. മതപരിവർത്തന റാക്കറ്റിനെ വലയിലാക്കിയിരിക്കുകയാണ് UP പോലീസ്. 6 സംസ്ഥാനങ്ങളിൽ നിന്നായി മൊത്തം 10ഓളം പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സംസ്ഥാനത്ത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന മതപരിവർത്തന റാക്കറ്റിനെ വലയിലാക്കുവാൻ യോഗി സർക്കാരും ഉത്തർപ്രദേശ് പോലീസും എടുത്തത് കൃത്യമായ ഒരു പ്ലാനിംഗ് ആയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട 6 സംസ്ഥാനങ്ങളിൽ നിന്നായി 10 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. 33ഉം 18ഉം വയസ്സുള്ള 2 സഹോദരിമാരെ കാണാതായതായി മാർച്ചിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ആഗ്രയിൽ അന്വേഷണം ആരംഭിക്കുന്നത്. മതപരിവർത്തനത്തിന് നിർബന്ധിതരായ ഇവരെ തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടതായി അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സഹോദരിമാരിൽ ഒരാൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ AK-47 റൈഫിൾ പിടിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം പ്രൊഫൈൽ പിക്ചറായി ഇട്ടിരുന്നു. ലവ് ജിഹാദിലും തീവ്രവാദത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംഘമാണ് സഹോദരിമാരെ ലക്ഷ്യമിട്ടതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ UP പോലീസിനെയും യോഗി ആദിത്യനാഥ് സർക്കാരിനെയും ഞെട്ടിച്ചത് അതൊന്നുമല്ല. ഈ റാക്കറ്റിന് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ധനസഹായത്തെക്കുറിച്ചുള്ള സൂചനകൾ തന്നെയായിരുന്നു. ഈ സൂചന പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് അവരുടെ അന്വേഷണവും ശക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് ആഗ്ര പോലീസ് അറസ്റ്റ് ചെയ്ത 10 പേർ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഗോവ, ഉത്തരാഖണ്ഡ്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരാണ്. അതായത് ഈ റാക്കറ്റ് അവരുടെ അനുയായികളെ റിക്രൂട്ട് ചെയ്തിരുന്നത് രാജ്യത്തിനകത്തുള്ള പ്രധാനപ്പെട്ട സിറ്റികളിൽ നിന്ന് തന്നെയായിരുന്നു. ഇവർ നിയമവിരുദ്ധമായ ഫണ്ട് സ്വീകരിക്കൽ, രഹസ്യ പ്രവർത്തനങ്ങൾക്ക് സുരക്ഷിതമായ താമസ സ്ഥലങ്ങൾ ഒരുക്കൽ, നിയമോപദേശം നൽകൽ, മതപരിവർത്തനങ്ങളും തീവ്രവാദ വൽക്കരണവും സുഗമമാക്കുന്നതിന് മറ്റു തരത്തിലുള്ള സഹായങ്ങൾ നൽകൽ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. അതിനുള്ള വ്യക്തമായ തെളിവുകളും UP സർക്കാരിൻ്റെ കയ്യിലും UP പോലീസിൻ്റെ കയ്യിലും നിലവിലുണ്ട്. ഈ സംഭവങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, ഭീകരവിരുദ്ധ സ്ക്വാഡ് എന്നിവയുൾപ്പെടെയുള്ള UP പോലീസിൻ്റെ പ്രത്യേക യൂണിറ്റുകളെ അന്വേഷണത്തിന് സഹായിക്കുന്നതിനായി നിയോഗിച്ചിട്ടുണ്ടെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് രാജീവ് കൃഷ്ണ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ചങ്കൂർ ബാബ എന്ന് പറയുന്ന നിർബന്ധിത മതപരിവർത്തന റാക്കറ്റിന്റെ നേതാവിനെ UP പോലീസും യോഗി ആദിത്യനാഥ് സർക്കാരും പിടികൂടുന്നത്. അതേ തുടർന്ന് ചങ്കൂർ ബാബയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിലംപരിശാക്കിയിരുന്നു യോഗി സർക്കാർ. അതിനുശേഷം കൃത്യമായ പ്ലാനിങ്ങോടെയായിരുന്നു യോഗി സർക്കാരിൻ്റെ മുന്നോട്ടുള്ള നീക്കം. ഇപ്പോൾ ഞെട്ടിക്കുന്ന ഈ വാർത്തകളാണ് പുറത്തു വരുന്നത്. മതപരിവർത്തനം മാത്രമല്ല, ഭീകരവാദ ബന്ധവും ഈ പറയുന്ന റാക്കറ്റിനുണ്ടായിരുന്നു. അതുമാത്രമല്ല, രാജ്യത്തിനകത്തുള്ള ഭാരതത്തിനകത്തെ പ്രധാനപ്പെട്ട സിറ്റികളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും അവർ കൃത്യമായി അവർക്ക് വേണ്ട ഏജന്റുമാരെ റിക്രൂട്ടും ചെയ്തിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ആ ഞെട്ടിക്കുന്ന വാർത്തകളിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരപകടം കൂടിയുണ്ട്. ഈ പറയുന്ന മതപരിവർത്തന ഭീകരവാദ ബന്ധമുള്ള റാക്കറ്റുകൾക്ക് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ധനസഹായം വരെ ലഭിച്ചിരുന്നു എന്നത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഡീപ് സ്റ്റേറ്റ് പോലുള്ള ഭാരതത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന സംവിധാനങ്ങളുടെ കൈകൾ, അവരുടെ കൈകടത്തലുകൾ ഭാരതത്തിനകത്ത് ഇന്നും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതിന്. എന്തായാലും ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കൈയോടെ പിടിക്കുകയും അവയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഭാരതത്തിനകത്ത് ഭീകരവാദം വളർത്തി മതപരിവർത്തനത്തിലൂടെ ഭാരതത്തെ നശിപ്പിക്കാമെന്ന പ്ലാനിങ് തയ്യാറാക്കുന്ന തീവ്രമായ ഭീകരവാദ ബന്ധം വച്ചു പുലർത്തുന്നവർക്കെല്ലാം ഇതൊരു ചുട്ട മറുപടിയാണ്. കാര്യം, ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടപടലം അവരെ നശിപ്പിക്കുമെന്നതിനുള്ള ഒരു മുന്നറിയിപ്പ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.
ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.